ഹലോ അവിടെ മാമനായിട്ട് വരും നമ്മുടെ പുതിയ പള്ളിയിലേ പെരുന്നാൾ വരാൻ പോവാ. അപ്പൊ എല്ലാവരും അതിൽ പങ്കുകൊള്ളാം. ശരി, ഓക്കെ. അങ്ങനെ നേരെ ജോലിക്ക് വിട്ടു. ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു ആശ്വാസം. വേഗം ചെറുതായിട്ട് മറിമായത്തിലേക്ക് കയറി പറ്റണമെന്നുണ്ട്. നടക്കട്ടെ. അങ്ങനെ നേരെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇതെന്റെ ഹോം ഗ്രൗണ്ട് അല്ല കേട്ടോ, സ്കൂൾ ഗ്രൗണ്ടാ. ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ഗ്രൗണ്ടൊക്കെ മാറ്റേ ഫുൾ അപ്ഡേറ്റ് ആയി. ഞാൻ കളിക്കണമെന്ന് ഇങ്ങനത്തെ ഗ്രൗണ്ട് ആയിരുന്നില്ല കേട്ടോ അവിടെ. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. അപ്പോഴേക്കും അവിടെ ചെറിയൊരു പെൺകുട്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഭാവിയിലെ വലിയ വലിയ താരങ്ങളായിരിക്കാട്ടാ ഈ മണ്ണിന്ന് പോണം. ഇതൊക്കെ എന്റെ വീടിനോടത്തെ പിള്ളേരാട്ടാ. കളിയോടുള്ള താല്പര്യം കൊണ്ടാണ് അവരവിടെ നിന്ന് ഇത്രയും ദൂരം വരണേട്ടാ. ഈ ഇരിക്കണവനാണ് ഇവരെല്ലാവരെയും പടനായകൻ. ഇവരാണ് എല്ലാവരെയും കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കണ ആൾട്ടാ. കണ്ട അവിടെ പോയി ഇരിക്കണവനെ വരെ അവൻ വിളിച്ചിട്ട് കളിക്കാൻ വിളിച്ചു വരുത്തണ അവന്റെ ഉത്തരവാദിത്തം കണ്ട. അതാണ് അവന് കളിയോടുള്ള പാഷൻ. അങ്ങനെ ഒരു ടീമിട്ട് കളി തുടങ്ങിയിട്ടാ. എനിക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കഫക്കെട്ട കാരണം കളിക്കാൻ പറ്റണില്ലേ. വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാൻ പറ്റിയ ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിള്ളേരധികം വഴുതിട്ടില്ല. അങ്ങനെ അവരെ അവിടെ ഗംഭീര കളി തുടങ്ങി. ഞാൻ ഐസായിട്ട് ഇങ്ങോട്ട് പോരാൻ നോക്കട്ടാ. മഞ്ഞ് വരണ കൊണ്ട് ഞാൻ ഐസായിട്ട് വീട് പിടിക്കാൻ വിചാരിച്ചു. അപ്പൊ ശരി കേട്ടാ, അടുത്തേല് കാണാം.